നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും കിസ് കോർണറിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ 5 ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട കിസ് വീഡിയോയുടെ ഒന്നാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ പഠിച്ചു പോവുകയും വീഡിയോയുടെ അവസാനം ഇതേ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ശ്രമിക്കുകയും ചെയ്യുക. ഉത്തരങ്ങൾ എല്ലാം എഴുതിയതിനു ശേഷം എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ നിന്നുകൊണ്ട് ഉത്തരം എഴുതാൻ കഴിഞ്ഞു എന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. ബഷീർ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 5. ജൂലൈ 5 ബഷീർ ദിനമായി ആചരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നായിരുന്നു? ഉത്തരം 1908 ജനുവരി 21. 1908 ജനുവരി 21 വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഉത്തരം കൊച്ചു മുഹമ്മദ്. കൊച്ചു മുഹമ്മദ് എന്നായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര്. അപ്പോൾ 1908 ജനുവരി 21 വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. ജൂലൈ 5 നമ്മൾ ബഷീർ ദിനമായി ആചരിക്കുന്നു. കൊച്ചു മുഹമ്മദ് എന്നായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര്. ബഷീർ ജനിച്ച കൊല്ലവർഷ തീയതി എന്നാണ്? ഉത്തരം 1083 മകരം 8. 1083 മകരം 8 ബഷീർ ജനിച്ചത്. ബഷീർ ജനിച്ച കൊല്ലവർഷ തീയതി 1083 മകരം 8 ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് 1908 ജനുവരി 21 വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. ബഷീറിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിലായിരുന്നു ബഷീർ ജനിച്ചത്. എന്നായിരുന്നു ബഷീർ ജനിച്ചത്? 1908 ജനുവരി 21 ബഷീർ ജനിച്ചത്. മലയാള മാസമാണെങ്കിൽ 1083 മകരം 8 ബഷീർ ജനിച്ചത്. ബഷീറിന്റെ പിതാവിന്റെ പേര് എന്താണ്? ഉത്തരം കായി അബ്ദുറഹ്മാൻ. കായി അബ്ദുറഹ്മാൻ എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പിതാവിന്റെ പേര്. ബഷീറിന്റെ മാതാവിന്റെ പേര് എന്താണ്? ഉത്തരം കുഞ്ഞാത്തുമ്മ. ബഷീറിന്റെ മാതാവിന്റെ പേര് കുഞ്ഞാത്തുമ്മ എന്നായിരുന്നു. അപ്പോൾ ബഷീറിന്റെ പിതാവിന്റെ പേര് കായി അബ്ദുറഹ്മാൻ എന്നും ബഷീറിന്റെ മാതാവിന്റെ പേര് കുഞ്ഞാത്തുമ്മ എന്നുമായിരുന്നു. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ബേപ്പൂർ സുൽത്താൻ. കഥയുടെ സുൽത്താൻ, കഥയിലെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ, കേരളത്തിലെ സുൽത്താൻ, മലയാളത്തിലെ സുൽത്താൻ, മലയാള സാഹിത്യത്തിലെ സുൽത്താൻ തുടങ്ങിയ വിശേഷണങ്ങൾ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ വിശേഷണങ്ങളാണ് കഥയുടെ സുൽത്താൻ, കഥയിലെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ, കേരളത്തിലെ സുൽത്താൻ, മലയാളത്തിലെ സുൽത്താൻ, മലയാള സാഹിത്യത്തിലെ സുൽത്താൻ തുടങ്ങിയവ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം മഹാത്മാഗാന്ധിയെ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മഹാത്മാഗാന്ധിയെ കാണാൻ വേണ്ടി ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയിട്ടുണ്ട്. ബഷീറിന്റെ സഹോദരങ്ങൾ ആരൊക്കെയായിരുന്നു? ഉത്തരം അബൂബക്കർ, അബ്ദുൽ ഖാദർ, ഹനീഫ, ഫാത്തിമ. അപ്പോൾ ബഷീറിന്റെ സഹോദരങ്ങളാണ് അബൂബക്കർ, അബ്ദുൽ ഖാദർ, ഹനീഫ, ഫാത്തിമ. അങ്ങനെയെങ്കിൽ ബഷീറിന്റെ മാതാവിന്റെ പേരെന്തായിരുന്നു? ബഷീറിന്റെ മാതാവിന്റെ പേര് കുഞ്ഞാത്തുമ്മ എന്നായിരുന്നു. ബഷീറിന്റെ പിതാവിന്റെ പേര് കായി അബ്ദുറഹ്മാൻ ആയിരുന്നു. ബഷീറിന്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിലാണ്. മലയാള മാസം 1083 മകരം 8 ഇംഗ്ലീഷ് മാസം 1908 ജനുവരി 21 വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര് കൊച്ചു മുഹമ്മദ് എന്നായിരുന്നു. ബഷീർ വിവാഹിതനായ വർഷം? ഉത്തരം 1958. 1958 ബഷീർ വിവാഹിതനായത്. ബഷീറിന്റെ മക്കൾ ആരെല്ലാമാണ്? ഉത്തരം ഷാഹിന, അനീസ്. ഷാഹിന എന്നും അനീസ് എന്നുമായിരുന്നു ബഷീറിന്റെ മക്കളുടെ പേരുകൾ. ഇപ്പോൾ മാറിപ്പോകരുത്. ബഷീറിന്റെ സഹോദരങ്ങളുടെ പേരുകളാണ് അബൂബക്കർ, അബ്ദുൽ ഖാദർ, ഹനീഫ, ഫാത്തിമ. ബഷീറിന്റെ മക്കളാണ് ഷാഹിനയും അനീസും. ബഷീർ വിവാഹിതനായത് 1958 ബഷീറിന്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? ഉത്തരം ടാറ്റ.
ബഷീറിന്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേരാണ് ടാറ്റ. അപ്പോൾ ടാറ്റ എന്നായിരുന്നു ബഷീറിന്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്നത്. വിവാഹത്തിന് ശേഷം ബഷീർ ബേപ്പൂരിലെ ഏത് വീട്ടിലേക്കാണ് താമസം മാറ്റിയത്? ഉത്തരം വൈലാല വീട്ടിൽ. 1962 വയലാൽ വീട്ടിലേക്കാണ് വിവാഹത്തിന് ശേഷം ബഷീർ 1962 ബേപ്പൂരിലെ വയലാലിൽ വീട്ടിലേക്ക് താമസം മാറ്റുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ബഷീർ വിവാഹിതനായ വർഷം ഏതായിരുന്നു? 1958 ബഷീർ വിവാഹിതനായത്. 1958 ബഷീർ വിവാഹിതനായത്. വിവാഹത്തിന് ശേഷം ബേപ്പൂരിലെ വയലാലിൽ വീട്ടിലേക്ക് ബഷീർ താമസം മാറുകയുണ്ടായി. 1962 അദ്ദേഹം ബേപ്പൂരിലെ വയലാലിൽ വീട്ടിലേക്ക് താമസം മാറിയത്. ബഷീറിന്റെ ഭാര്യയുടെ പേര് എന്തായിരുന്നു? ഉത്തരം ഫാത്തിമ ബീവി അല്ലെങ്കിൽ ഫാബി. ബഷീറിന്റെ ഭാര്യയുടെ പേരാണ് ഫാത്തിമ ബീവി. കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ബഷീറിന്റെ പിതാവിന്റെ പേര് കായി അബ്ദുറഹ്മാൻ എന്നും ബഷീറിന്റെ മാതാവിന്റെ പേര് കുഞ്ഞാത്തുമ്മ എന്നും ബഷീറിന്റെ സഹോദരങ്ങൾ അബൂബക്കർ, അബ്ദുൽ ഖാദർ, ഹനീഫ, ഫാത്തിമ എന്നും ബഷീറിന്റെ മക്കൾ ഷാഹിനയും അനീസും എന്നും ബഷീറിന്റെ ഭാര്യയുടെ പേര് ഫാത്തിമ ബീവി അല്ലെങ്കിൽ ഫാബി എന്നുമാണ്. ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ ആത്മകഥ എന്താണ്? ഉത്തരം ബഷീറിന്റെ എടിയെ. ഫാബി ബഷീറിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ എടിയെ. ബഷീറിന്റെ ഭാര്യയായ ഫാബിയുടെ ആത്മകഥയാണ് ബഷീറിന്റെ എടിയെ. ബഷീറിന്റെ ആദ്യത്തെ കഥയുടെ പേര് എന്താണ്? ഉത്തരം തങ്കം. തങ്കം എന്നാണ് ബഷീറിന്റെ ആദ്യത്തെ കഥയുടെ പേര്. ബഷീറിന്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏതായിരുന്നു? ഉത്തരം ജയകേസരി. ബഷീറിന്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ച പത്രമാണ് ജയകേസരി. ജയകേസരി എന്ന പത്രത്തിലാണ് ബഷീറിന്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ചത്. ബഷീറിന്റെ ആദ്യത്തെ കൃതി ഏതായിരുന്നു? ഉത്തരം 1942 പുറത്തിറങ്ങിയ പ്രേമലേഖനം. ബഷീറിന്റെ ആദ്യത്തെ കൃതിയാണ് പ്രേമലേഖനം. 1942 പ്രേമലേഖനം എന്ന കൃതി പുറത്തിറങ്ങിയത്. അപ്പോൾ ബഷീറിന്റെ ആദ്യത്തെ കഥ തങ്കമാണ്. ജയകേസരി എന്ന പത്രത്തിലായിരുന്നു തങ്കം എന്ന കഥ ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ബഷീറിന്റെ ആദ്യത്തെ കൃതിയാണ് പ്രേമലേഖനം. 1942 പ്രേമലേഖനം പുറത്തിറങ്ങിയത്. ഇനി ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. എല്ലാവരും ഒരു പേപ്പറിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ നിങ്ങളുടെ ഉത്തരങ്ങൾ ഓരോന്നിന്റെയും രേഖപ്പെടുത്താൻ മറക്കരുത്. ചോദ്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം ഉത്തരങ്ങൾ രേഖപ്പെടുത്തുക. ഉത്തരങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം ഉത്തരങ്ങൾ കാണുക. എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായി ഉത്തരം എഴുതി എന്ന് കമന്റ് ചെയ്യൂ. ഒന്നാമത്തെ ചോദ്യം ബഷീർ ദിനം എന്നാണ്. രണ്ടാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നായിരുന്നു. മൂന്നാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? നാലാമത്തെ ചോദ്യം ബഷീർ ജനിച്ച കൊല്ലവർഷ തീയതി എന്നാണ്. അഞ്ചാമത്തെ ചോദ്യം ബഷീറിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ആറാമത്തെ ചോദ്യം ബഷീറിന്റെ പിതാവിന്റെ പേര് എന്താണ്? ഏഴാമത്തെ ചോദ്യം ബഷീറിന്റെ മാതാവിന്റെ പേര് എന്താണ്? എട്ടാമത്തെ ചോദ്യം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഒൻപതാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? പത്താമത്തെ ചോദ്യം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? 11ാമത്തെ ചോദ്യം ബഷീറിന്റെ സഹോദരങ്ങൾ ആരൊക്കെയാണ്? 12ാമത്തെ ചോദ്യം ബഷീർ വിവാഹിതനായ വർഷം. 13ാമത്തെ ചോദ്യം ബഷീറിന്റെ മക്കൾ ആരെല്ലാമാണ്? 14ാമത്തെ ചോദ്യം ബഷീറിന്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? 15ാമത്തെ ചോദ്യം വിവാഹത്തിന് ശേഷം ബഷീർ ബേപ്പൂരിലെ ഏത് വീട്ടിലേക്കാണ് താമസം മാറ്റിയത്? ഏത് വർഷം? 16ാമത്തെ ചോദ്യം ബഷീറിന്റെ ഭാര്യയുടെ പേര് എന്തായിരുന്നു? 17ാമത്തെ ചോദ്യം ഫാബി ബഷീറിന്റെ ആത്മകഥ ഏതാണ്? 18ാമത്തെ ചോദ്യം ബഷീറിന്റെ ആദ്യത്തെ കഥയുടെ പേര് എന്താണ്?
19ാമത്തെ ചോദ്യം, ബഷീറിന്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏതായിരുന്നു? 20ാമത്തെ ചോദ്യം, ബഷീറിന്റെ ആദ്യത്തെ കൃതി ഏതായിരുന്നു? അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ കാണാം.